പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സെയിൻസിന്റെ 259 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂയിസ് 9 ശേഷം ഈ ആഴ്ച വിശുദ്ധ സെഫിരിനൂസിനെ കുറിച്ചാണ്. റോമിൽ ഹബുണ്ടിയോസിന്റെ മകനായിട്ടാണ് വിശുദ്ധ സെഫിരിയൂസ് ജനിച്ചത്. ചരിത്രകാരന്മാരിൽ നിന്നും ലഭ്യമായ വിവരമനുസരിച്ച് ഖനിയിലെ അടിമജോലിയിൽ നിന്നും മോചിതനായതിനു ശേഷം സഭാപ്രവർത്തനങ്ങൾക്കായി സ്വന്തം സമർപ്പിച്ച കാലിക്ടിസിൽ സെഫിരിനൂസ് ആശ്രയിച്ചുവെന്ന് പറയപ്പെടുന്നു. ക്രമേണ അദ്ദേഹം കാലിക്ലസിനെ ആർച്ച് ഡീക്കനാക്കുകയും സഭയുടെ അധികാരത്തിലുള്ള ആപ്പിയൻ മാർഗത്തിലെ സെമിത്തേരിയുടെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അക്കാലത്ത് നാനാവശങ്ങളിൽ നിന്നും മതവിരുദ്ധവാദം സഭയെ പിടിച്ചുലച്ചുകൊണ്ടിരുന്നു. എന്നാൽ സെഫിരിനൂസ് ആകട്ടെ അപ്പസ്തോലന്മാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുകയും സഭയെ സംരക്ഷിക്കുകയും ചെയ്തു. സഭയിൽ നിന്നും പുറത്താക്കപ്പെട്ട തിയോഡോട്ടസ് എന്നയാൾ യേശു ദൈവത്തിന്റെ യഥാർത്ഥ മകനല്ല എന്ന തന്റെ വാദം പ്രചരിപ്പിക്കുകയും കൂടാതെ സ്വന്തം സഭ സ്ഥാപിക്കുകയും ശമ്പളത്തിൽ ഒരു മെത്രാനെ നിയമിക്കുകയും ചെയ്തു. നദാലിയൂസ് എന്നായിരുന്നു ആ മെത്രാന്റെ നാമം. അതിനു മുൻപായി സത്യദൈവത്തിലുള്ള തന്റെ വിശ്വാസം തുറന്നു പറഞ്ഞതിനെ ഒരിക്കൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളായിരുന്നു നദാലിയൂസ്. ഐതിഹ്യമനുസരിച്ച് തനിക്ക് വേണ്ടി സഹനം അനുഭവിച്ച ആരും സഭയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് യേശു ആഗ്രഹിക്കാത്തതിനാൽ നദാലിയൂസിനുണ്ടായ ഒരു ദർശനത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെടുകയും തിയോഡോട്ടസിനൊപ്പം ചേർന്നതിൽ അദ്ദേഹത്തെ ഗുണദോഷിക്കുകയും ചെയ്തു. സത്യപ്രകാശം കണ്ട നദാലിയൂസ് വിശുദ്ധ സെഫേരിയൂസിനോട് മാപ്പ് അപേക്ഷിച്ചു. ആഴമായ അനുതാപം പ്രകടിപ്പിച്ച നദാലിയൂസിനെ മെത്രാൻ സഭയിൽ തിരിച്ചെടുത്തു. ഇതിനിടെ പ്ലാക്ടീസ്, നോയിറ്റസ്, സബേലിയൂസ് എന്നിവർ മൊഡാലിസം എന്ന മതവിരുദ്ധ വാദവുമായി രംഗത്ത് വരികയും അക്കാര്യം സെഫിരിനൂസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. ഒട്ടും വൈകാതെ തന്നെ സെഫിരിനൂസ് അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആ മതവിരുദ്ധവാദത്തെ നിശിതമായി വിമർശിക്കുകയും അതിന്റെ കെടുതിയിൽ വീഴാതെ കത്തോലിക്ക സഭയെ പ്രതിരോധിക്കുകയും ചെയ്തു. പിന്നീട് വിശുദ്ധ സെഫിരിയൂസ് രക്തസാക്ഷിത്വം വരിച്ചതായും അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആപ്പിയൻ മാർഗത്തിലുള്ള സെമിത്തേരിയിൽ അടക്കം ചെയ്തതായും പറയപ്പെടുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. നമ്മിൽ പലരും സ്വന്തം വാക്കുകളെ നിസ്സാരമായും മറ്റുള്ളവർ പറഞ്ഞതിനെ ഗൗരവത്തിലും കാണുന്നു. മറ്റുള്ളവരുടെ വാക്കുകളും പ്രവർത്തനവും താൻ ഒരിക്കലും പൊറുക്കുകയില്ല, ഒരിക്കലും മറക്കില്ല എന്നും പറയുന്നു. എന്നാൽ നമ്മുടെ വാക്കും പ്രവർത്തനവും എല്ലാവരും മറക്കാനും പൊറുക്കാനും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതീവ വിചിത്രമായ ചിന്ത തന്നെ. ഏവർക്കും നന്ദി.